ഇന്ന് കശ്മീരിൽ ജമ്മു കാശ്മീരിൽ ബന്ദ് ആഹ്വാനം നടത്തിയത് അവിടുത്തെ വ്യാപാര സംഘടനകളാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം ഈ കാര്യത്തിൽ ഒരു ബന്ദ് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചത് വ്യാപാര സംഘടനകളാണ്. അത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടന മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. അതായത് വിനോദസഞ്ചാര മേഖലയാണ് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അത് വലിയ തോതിൽ ഒരു പുനരുജ്ജീവിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരികയും അവരുടെ എല്ലാ മേഖലകളിലും വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് നിരവധി മേഖലകളുണ്ട്. അതിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർ, ഹോട്ടലുകൾ, അതോടൊപ്പം തന്നെ ഈ ചെറിയ ഈ കുതിരപ്പുറത്ത് ആൾക്കാരെ ഈ പുൽമേടുകളിൽ ആൾക്കാരെ ഈ വിനോദസഞ്ചാരികൾ പോകുന്നത് കുതിരപ്പുറത്താണ്. അപ്പോൾ അത് നടത്തുന്നവർ, അപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് വരെ പണം കയ്യിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതായിരുന്നു കഴിഞ്ഞ 2-3 കൊല്ലം. അപ്പോൾ ആ ഒരു സാഹചര്യം, അതായത് ഒരു നില മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ തോക്ക് കയ്യിലെടുക്കേണ്ട സാഹചര്യം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വീണ്ടും ആ മേഖലയെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരുപക്ഷെ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ രാത്രികാലങ്ങളിൽ സംഗീത മേളകൾ നടക്കുന്നു. ഇതൊന്നും തന്നെ ഒരുപക്ഷെ 5-6 കൊല്ലം മുമ്പ് നമുക്ക് ആലോചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അവിടെ വലിയ തോതിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾ നടക്കുന്നു. ആൾക്കാർ രാത്രിയും വ്യാപാര രംഗത്തുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു മാറ്റം അവിടെ ഫീൽ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ നിന്നേ പറ്റുള്ളൂ. ഇപ്പോൾ മെഹബൂബ മുഫ്തിയാണ് ഈ പ്രകടനത്തിലുള്ളത്. അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് നിന്നും ഒമർ അബ്ദുള്ള വലിയ വിജയം നേടിയപ്പോൾ മെഹബൂബ മുഫ്തിയുടെ ഇപ്പോഴത്തെ ഒരു വലിയ ഒരു തീവ്ര നിലപാടുകളിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാലും അവിടെ പൂർണ്ണമായും ഇവരെ വെളിയിൽ വിടാറില്ല. പലപ്പോഴും പല പ്രതിഷേധ യോഗങ്ങളിലേക്ക് പോകുമ്പോൾ മെഹബൂബ മുഫ്തിയെ വീട്ടുതടങ്കിൽ വെക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതവർ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വിടാറുമുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരി ഞാൻ ഈ പറഞ്ഞ ഒരു സാമ്പത്തിക വശം ഈ പറയുന്ന സംഭവങ്ങൾ കൊണ്ട് വിനോദസഞ്ചാര മേഖലയെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം അത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വലിയ തോതിൽ പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ശ്രീനഗറിലേക്ക് എല്ലാ കക്ഷികളും അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുടെ നേതാക്കളും സമാനമായ പ്രതികരണമാണ് നടത്തിയത്. ഇത് കശ്മീരിയത്തിനെതിരെയുള്ള ആക്രമണമാണ്. ദിസ് ഈസ് ആൻ അറ്റാക്ക് ഓൺ അസ്. ഞങ്ങൾ എല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമാണ് എന്ന് PDP നേതാവ് മെഹബൂബ മുഫ്തി, പ്രതിപക്ഷ നേതാവും പ്രഖ്യാപിക്കുന്നു. കശ്മീരിലെ രാഷ്ട്രീയ കക്ഷികളുടെ, കശ്മീരി ജനതയുടെ വലിയ പ്രതിഷേധം ഈ പാക് അനുകൂല തീവ്രവാദികൾ ഏറ്റുവാങ്ങുകയാണ്.